അങ്ങനെ ജപ്പാനെ പിന്തള്ളി ഇന്ത്യ 4-ാം ലോക ശക്തിയായി. എല്ലാവരും ഇനി പ്രതീക്ഷിക്കുന്നത് ജയസൂര്യൻ സാർ ഇന്ത്യ 3-ാം ലോക ശക്തിയാവും, ജർമ്മനിയെ പിന്തള്ളും എന്നാണ്. യഥാർത്ഥത്തിൽ എന്തായിരിക്കും ഇനി നമ്മുടെ രാജ്യത്തിന്റെ ലക്ഷ്യം? 3-ാം ലോക ശക്തിയായി മാറുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു ഗൗരവം നമ്മൾ ജനങ്ങൾ വേണ്ടത്ര ഉൾക്കൊള്ളുന്നുണ്ടോ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിന്റെ ആ ഒരു വസ്തുത എന്താണെന്ന് ആദ്യം ഒന്ന് സൂചിപ്പിക്കാം. ഇപ്പൊ നമ്മൾ ഇത് കണക്കാക്കുന്ന GDP-യുടെ അടിസ്ഥാനമാക്കിയാണ്. എന്താണ് GDP എന്ന് ചോദിച്ചാൽ നമ്മുടെ സാധാരണക്കാർക്ക് അത്ര എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് GDP എന്താണെന്ന് ഞാൻ ആദ്യം സൂചിപ്പിക്കാം. ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ 12 മാസക്കാലം ഉണ്ടാക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളുടെയും നൽകപ്പെടുന്ന എല്ലാ സേവനങ്ങളുടെയും ആകെ തുകയാണ് ഒരു രാജ്യത്തിന്റെ GDP. അപ്പൊ അതാണ് ഓരോ രാജ്യത്തിന്റെയും GDP ആയിട്ട് കണക്കാക്കി GDP-യുടെ അടിസ്ഥാനത്തിൽ ലോകത്ത് നമ്മൾ എത്രാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് കണ്ടെത്തുക. അതിലിപ്പോ 1-ാം സ്ഥാനത്ത് അമേരിക്കയാണ്, 2-ാം സ്ഥാനത്ത് ചൈനയാണ്, 3-ാം സ്ഥാനത്ത് ജർമ്മനിയാണ്, 4-ാം സ്ഥാനത്ത് ഭാരതമാണ്. നമ്മുടെ പുറകിൽ ജപ്പാനുണ്ട്, ബ്രിട്ടൻ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, മറ്റു പല രാജ്യങ്ങളുമുണ്ട്. 2014 നരേന്ദ്രമോദി അധികാരം ഏൽക്കുമ്പോൾ ഇന്ത്യ ലോകത്ത് GDP കണക്കിൽ 10-ാം സ്ഥാനത്തായിരുന്നു. ആ 10-ാം സ്ഥാനത്ത് നിന്നാണ് ഇപ്പോൾ 4-ാം സ്ഥാനത്തേക്ക് എത്തിയത്. പക്ഷെ ഇങ്ങനെ എത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം, 145 കോടി കഴിഞ്ഞിരിക്കുന്നു. ഈ 145 കോടി ജനങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയുടെ ശരാശരി എല്ലാം കൂടി എടുത്ത് അവരുടെ ഉൽപാദനം എല്ലാം കൂടെ കൂട്ടുമ്പോഴാണല്ലോ ഈ തുക കിട്ടുക. എന്ന് പറയുമ്പോൾ മറ്റു രാജ്യങ്ങൾ ഇത് വളരെ പെട്ടെന്ന് അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്നും കൂടി നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളെ നോക്കുമ്പോൾ അവരൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും വളരെ ചെറിയൊരു ജനസംഖ്യ വളരെ വലിയ തോതിൽ കോളനിവൽക്കരണമൊക്കെ നടത്തി സമ്പത്ത് വാരിക്കൂട്ടുകയും ചെയ്ത രാജ്യങ്ങളാണ്. ഇപ്പോ ജർമ്മനി ആണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും. ജപ്പാൻ മാത്രമാണ് കോളനി സ്ഥാപിക്കാത്തത്. എന്നാൽ ജപ്പാനും ചില കോളനികളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള രാജ്യങ്ങളുടെ ജനസംഖ്യ നോക്കൂ. ഇപ്പോ നമ്മുടെ ബ്രിട്ടനിലെ ജനസംഖ്യ എന്ന് പറയുമ്പോൾ ഒരു 6.5 കോടി, അത്രേ ഉള്ളൂ. നമ്മുടെ ഒരു സ്റ്റേറ്റിന്റെ ഒപ്പം അത്രേ ഉള്ളൂ. അതുപോലെ ഫ്രാൻസിന്റെ ജനസംഖ്യ 6.25 കോടി, അത്രേ ഉള്ളൂ. ജപ്പാന്റെ ജനസംഖ്യ എന്ന് പറയുമ്പോൾ 12.5 കോടി. അതായത് ഫ്രാൻസും ബ്രിട്ടനും കൂടെ കൂടുന്ന അത്രയാണ് ജപ്പാൻ, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ജനസംഖ്യയോ 145 കോടി. നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഈ അടുത്ത കാലം എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 75 കൊല്ലമായുള്ളൂ സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. അതുവരെ നമ്മൾ ചൂഷണം ചെയ്യപ്പെട്ട ദരിദ്ര രാജ്യമാണ്. ഇവിടെ ഈ 145 കോടി ജനങ്ങളുടെ എല്ലാ ആവശ്യകതകളും പരിഹരിക്കുകയോ ഒന്നും ചെയ്യാനുള്ള സമയമായിട്ടില്ല. എന്നിട്ട് പോലും നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഇത്ര ഭംഗിയായി കുതിച്ചു വരുമ്പോൾ നമ്മൾ 4-ാം സ്ഥാനത്ത് എത്തി എന്ന് അഭിമാനിക്കുന്നു. ഈ 4-ാം സ്ഥാനത്ത് എത്തിയിട്ട് ഇനി 3-ാം സ്ഥാനത്തേക്ക് പോകാൻ അധികം സമയമൊന്നും വേണ്ട. അതിന് നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും തന്നെ പോയി 3-ാം സ്ഥാനത്ത് കയറും. അതായത് നീതി ആയോഗ് പറയുന്നത് അടുത്ത ഒരു 30 മാസം, 2.5 കൊല്ലം, 2.5 വർഷം കൊണ്ട് ഇന്ത്യ 3-ാം സ്ഥാനത്തേക്ക് എത്തും എന്നാണ്. അതായത് ആ തരത്തിലുള്ള വളർച്ചാ തോത് ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ട്. ലോകത്തെ മറ്റെല്ലാ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയും വളരുന്നതിനേക്കാൾ വേഗത്തിലാണ് ഭാരതം വളരുന്നത്. അതുകൊണ്ട് ഈ ഒരു ഗ്രോത്ത് റേറ്റ് നിലനിർത്തിയാൽ തന്നെ 2.5 കൊല്ലം കൊണ്ട് നമ്മൾ ജർമ്മനിയെ പിന്തള്ളി 3-ാം സ്ഥാനത്ത് എത്തും. പിന്നെ നമ്മുടെ മുകളിൽ അമേരിക്ക 1-ാം സ്ഥാനത്തും ചൈന 2-ാം സ്ഥാനത്തും ഭാരതം 3-ാം സ്ഥാനം, ആ ഒരവസ്ഥയിലേക്ക് വരും. എന്നാൽ ഈ 3-ാം സ്ഥാനത്ത് നിന്ന് പിന്നെ മുകളിലേക്ക് കയറുക എന്ന് പറയുമ്പോൾ അത് വളരെ ദൂരം നമുക്ക് സഞ്ചരിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു 5 ട്രില്യൺ എക്കണോമി എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 90 ട്രില്യൺ എക്കണോമിയാണ് ചൈനയ്ക്കുള്ളത്, ഒരു 30 ട്രില്യൺ ആണ് അമേരിക്കയ്ക്കുള്ളത്. അത് ബഹുദൂരമുണ്ട്. എന്നാൽ നമുക്കിപ്പോ അവരോട് മത്സരിക്കുക എന്നതിനേക്കാൾ ഉപരി നമുക്ക് നേടിയെടുക്കേണ്ടതായ ചില കാര്യമുണ്ട്. 145 കോടി ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കണം, വൈദ്യുതി കൊടുക്കണം, പാർപ്പിടം കൊടുക്കണം, ആരോഗ്യരക്ഷ, ഇൻഷുറൻസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊടുക്കണം, വിദ്യാഭ്യാസം കൊടുക്കണം, സർവോപരി തൊഴിൽ കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതിനായിരിക്കും ഭാരതത്തിന്റെ അടുത്ത പരിഗണന. അതായത് ഒരു ആത്മനിർഭർ ഭാരതം എന്ന് പറയുന്നതും വികസിത ഭാരതം എന്ന് പറയുന്നതും എല്ലാ പൗരനും എല്ലാ സൗകര്യങ്ങളും എത്തിക്കുന്ന ഒരു രാജ്യം. അപ്പോഴാണല്ലോ വികസിത രാജ്യം എന്ന് പറയാം. അപ്പോൾ ആ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകേണ്ട ഒരു വലിയ ദൗത്യമാണ് ഭാരതത്തിന്റെ ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോഴുള്ള ഓട്ട മത്സരത്തിൽ
4ാം സ്ഥാനത്ത് നിന്ന് 3ാം സ്ഥാനത്തേക്കും അവിടെ നിന്ന് 2-1 സ്ഥാനങ്ങളിലേക്കും ഓടുക എന്ന് പറയുമ്പോൾ മറ്റ് ചെറിയ ചെറിയ രാജ്യങ്ങൾക്ക് നേടാവുന്ന നേട്ടങ്ങളെ പോലെ നമുക്ക് നേടാൻ പറ്റില്ല. അപ്പൊ ചൈനയാണെങ്കിലും ഇങ്ങനെ ഒരു രംഗത്തേക്ക് ചൈന വന്നു എന്ന് പറയുന്നത് ചൈനയെ ഏറ്റവും കൂടുതൽ അതിനെ സഹായിച്ച ഘടകം അവിടെ ജനാധിപത്യം ഇല്ല എന്നുള്ളതാണ്. ഞാൻ ജനാധിപത്യത്തിന് എതിരായിട്ട് സംസാരിക്കുകയല്ല. ഏകാധിപത്യ രാജ്യം, അതായത് ഇപ്പൊ ഇരിക്കുന്ന ചൈനയുടെ പ്രധാനമന്ത്രി അല്ലെ പ്രസിഡന്റ് മരണം വരെ ഇരിക്കും എന്ന് ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ട്. കമ്മ്യൂണിസം ഒക്കെയാ പറയുന്നതെങ്കിലും യഥാർത്ഥ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഇതാണ്, ഏകാധിപത്യമാണ്. ആ ഏകാധിപത്യം നല്ലതാണെന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പിണറായിയുടെ ഏകാധിപത്യവും അങ്ങനെ തന്നെ അവർ സഹിക്കുന്നത്. അപ്പൊ എന്തായാലും ആ ഏകാധിപത്യം ചൈനയിലുള്ളത് കൊണ്ട് അവിടെ ഒരു കാലത്ത് ഒരു കുട്ടി മതി എന്നുള്ള നിയമം കൊണ്ടുവന്നു. ആർക്കും എതിർക്കാൻ പറ്റില്ല, വെടിവെച്ച് തകർത്ത് കളയും. അതുകൊണ്ട് ഒരു കുട്ടി മതി എന്ന് വെച്ചു. പിന്നെ എല്ലാവരും കാറിൽ ഒന്നും നടക്കാൻ സൈക്കിൾ നടന്നാൽ മതി എന്ന് ഉത്തരവിട്ടു. എല്ലാവരും സൈക്കിൾ നടന്നാൽ മതി എന്നായി. അപ്പൊ സൈക്കിളിൽ അങ്ങനെ സുഖമായിട്ട് നടന്നാൽ ഇവർക്ക് പണിയെടുക്കാൻ ചെല്ലുമ്പോൾ താമസിക്കും. അതുകൊണ്ട് സൈക്കിളിന്റെ സീറ്റിന് കുഷ്യൻ പാടില്ല എന്ന നിയമം കൊണ്ടുവന്നു. കാരണം കുഷ്യൻ വെച്ച് കഴിഞ്ഞാൽ സുഖിച്ച് ഇരുന്ന് പതുക്കെ എങ്ങനെ ചെല്ലുള്ളൂ. മറ്റേത് ഇരിക്കാൻ പറ്റിയല്ലാത്ത പോലെ ഉള്ള സീറ്റായിരുന്നു അന്ന് ചൈനയിൽ കൊടുത്തിരുന്നത്. ചില ഫാക്ടറികളിൽ കൊടുത്തിരുന്ന സീറ്റ് ഇല്ലാതിരുന്നു. സീറ്റിലോട്ട് ഇരിക്കാൻ ചെന്നാൽ അവിടെ ഒരു കമ്പിയാണ്, അപ്പൊ ഇരിക്കുകയല്ല, നിന്ന് ചവിട്ടിക്കൊള്ളും, അപ്പൊ പെട്ടെന്ന് ഫാക്ടറി ചെല്ലും. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയല്ല. അപ്പൊ അങ്ങനെയുള്ള ചൈനയാണ് തൊഴിലാളികളെ പീഡിപ്പിച്ച്, അവിടെ പിന്നെ CITU ഇല്ല കേട്ടോ. അങ്ങനെ ഒരു വലിയ ഗുണമുണ്ട്. തൊഴിലാളി സംഘടനയും പരിപാടിയൊന്നുമില്ല. അവിടെ വല്ല യൂണിയൻ ഉണ്ടാക്കാനെങ്ങാനും ചൈന ചെന്നിട്ടുണ്ടെങ്കിൽ അവന്റെ തല കാണുകയില്ല. അതുകൊണ്ട് അവിടെ CITU ഇല്ല, യൂണിയനും ഇല്ല, ഒന്നുമില്ല. മൊത്തം കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് പിന്നെ തൊഴിലാളി സംഘടന വേണ്ടെന്ന. പിന്നെ എന്തുകൊണ്ടാണ് എല്ലാവരും ഇത് ഉണ്ടാക്കാൻ ചൈനയിലേക്ക് പോകുന്നത്? അവിടെ കൂലി കൊടുക്കണ്ട. കൂലി കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ ഒന്നും കൊടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. അവിടെ ശമ്പള പരിഷ്കരണം 5 കൊല്ലം കൂടുമ്പോ ഇല്ല, അവിടെ സമരമില്ല, അവിടെ കൊടികുത്തലില്ല, അവിടെ യാതൊരു വിധത്തിലുള്ള ഏർപ്പാടുകളും കരാവോയോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് മിണ്ടാതെ പണിയെടുത്തോളുക. സർക്കാർ കൊടുക്കുന്ന കൂലി മേടിക്കുക, കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുക, കൊടുക്കുന്നിടത്ത് കിടന്ന് ഉറങ്ങുക. അങ്ങനെ ഒരു അടിമ മനോഭാവത്തിൽ ഒരു വലിയ ജനസംഖ്യയെ ഇട്ട് പണിയെടുപ്പിച്ച് ലോകത്തിന് ആവശ്യമായ എല്ലാ സാധനവും അവിടെ വളരെ കുറഞ്ഞ ചെലവിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ്, അതായത് ചുരുക്കി പറഞ്ഞാൽ സ്വന്തം ജനതയായ 145 കോടി ജനതയെ ഊറ്റിപ്പിഴിഞ്ഞ് കൊള്ളയടിച്ച് ഉണ്ടാക്കുന്ന സമ്പത്താണ് ചൈനയുടെ സമ്പത്ത്. പിന്നെ സമ്പത്തിനെ സംബന്ധിച്ച് ഈ നാണം കെട്ടും പണം നേടിക്കൊണ്ടാൽ നാണക്കേട് ആ പണം തീർത്തുകൊള്ളും എന്നൊരു ചൊല്ലുണ്ട്. ഇതാണ് ഇപ്പൊ ചൈനയെ സംഭവിച്ചിരിക്കുന്നത്. മനുഷ്യനെ ക്രൂരമായി പീഡിപ്പിച്ച് മനുഷ്യാവകാശങ്ങൾ നിഷേധിച്ച് അവരുണ്ടാക്കിയ പണം അവരെ വലിയ സാമ്പത്തിക ശക്തിയാക്കി. അതായത് ചൈന സ്വന്തം ജനങ്ങളെയാണ് പീഡിപ്പിച്ചതെങ്കിൽ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഒക്കെ മറ്റു രാജ്യങ്ങളെ ജനങ്ങളെ പീഡിപ്പിച്ച് ചൂഷണം ചെയ്തുമാണ് സമ്പത്തുണ്ടായത്. ഇത് രണ്ടും ചെയ്യാൻ പറ്റുന്നില്ല ഭാരതത്തിന്. കാരണം ഭാരതത്തിന് ഒരു സംസ്കാരമുണ്ട്, വിശാല ജനാധിപത്യമുണ്ട്, മൂല്യങ്ങളുണ്ട്. അതുകൊണ്ട് സ്വന്തം ജനങ്ങളെയും കൊള്ളയടിക്കുന്നില്ല, നമ്മൾ വിദേശത്ത് പോയി ആരെയും കൊള്ളയടിക്കുന്നില്ല. ജനാധിപത്യത്തിന്റെ വിശാലമായ എല്ലാ അർത്ഥങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ മുഴുവൻ സ്വീകരിച്ചുകൊണ്ടാണ്, നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ യാത്ര തുടരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സാമ്പത്തിക പുരോഗതിയിലേക്ക് വരാൻ വൈകിയത്. എങ്കിൽ പോലും ഇപ്പോൾ നമ്മുടെ GDP ഗ്രോത്ത് റേറ്റ് 6.5 നിൽക്കുമ്പോൾ ലോകത്ത് വൻശക്തി രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നവരൊക്കെ 2%, 1% മൈനസ് ഇവിടെയൊക്കെയാണ് നിൽക്കുന്നത്. ഇപ്പം ജപ്പാനിലെയൊക്കെ അമേരിക്കയുടെയൊക്കെ വളർച്ച എന്ന് പറയുന്നത് മൈനസിലേക്ക് എത്തിക്കഴിഞ്ഞു. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒക്കെ തന്നെ 2, 3, 1.5 ഇങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. അവിടെയാണ് ഭാരതം 6.5% ഗ്രോത്ത് റേറ്റ് കാണിക്കുന്നത്. അതുകൊണ്ട് ഭാരതം അടുത്ത 2.5 കൊല്ലം കൊണ്ട് ലോകത്തിന്റെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കുമില്ല, ലോകത്താർക്കുമില്ല. എന്നാൽ ഇനി മുന്നോട്ടുള്ള യാത്ര എന്നുള്ളതാണ് നമ്മളിവിടെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട വിഷയം. അപ്പോൾ മുന്നോട്ടിനി പോകുമ്പോൾ ഇന്ത്യയിലെ 145 കോടി ജനങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവൻ എത്തിക്കുകയും അടിസ്ഥാനമല്ല നല്ല വിദ്യാഭ്യാസം കൊടുക്കുകയും നല്ല സാമ്പത്തിക നിലവാരത്തിലേക്ക് അവരെ എത്തിക്കുകയും ആരോഗ്യരംഗത്ത്, സാമ്പത്തിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ഇൻഫ്രാസ്ട്രക്ചറിന്റെ രംഗത്ത്, അടിസ്ഥാന സൗകര്യങ്ങളുടെ രംഗത്ത് ആഗോള നിലവാരത്തെ എത്തിപ്പിടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആത്മനിർഭർ ഭാരതം, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് വികസിത ഭാരതം, ഈ 2 ലക്ഷ്യങ്ങളിലേക്കാണ് നരേന്ദ്രമോദി പോകുന്നത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിച്ച ഒരു നേതാവായതുകൊണ്ടും ഭരണകൂടമായതുകൊണ്ടും ഈ ലക്ഷ്യമൊക്കെ നേടാൻ സാധിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് ഭാരതം 3ാമത്തെ സാമ്പത്തിക ശക്തിയാവുന്നു എന്നതിനേക്കാൾ നമുക്ക് വിലപ്പെട്ടത് ഭാരതം ആഗോള ശക്തിയാവുന്നു എന്നുള്ളത്. ആഗോള ശക്തി എന്ന് ഞാൻ പറയാൻ കാരണം, ഈ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിലെ സ്ഥിരം അംഗങ്ങൾ, വീറ്റോ പവറുള്ള അംഗങ്ങൾ 5 പേരാണ്. ഇതില്
ഇന്ത്യക്ക് ഐക്യരാഷ്ട്രസഭ ഉണ്ടാക്കിയ സമയത്ത് ഇന്ത്യക്ക് വീറ്റോ പവർ തരാം എന്ന് പറഞ്ഞതാണ്. കാരണം 2 കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾക്ക് വീറ്റോ പവർ കൊടുക്കണ്ട, റഷ്യക്ക് മാത്രം കൊടുത്താൽ മതി. അത് ചൈനയേക്കാൾ വലുത് റഷ്യ, 2 കമ്മ്യൂണിസമാണ്. അതുകൊണ്ട് 2 കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾക്ക് വീറ്റോ പവർ വേണ്ട, ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായ റഷ്യക്ക് വീറ്റോ പവർ, ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ രാജ്യമായ ചൈനയ്ക്ക് വീറ്റോ പവർ തരാം, സ്ഥിരാംഗത്വം തരാം എന്ന് പറഞ്ഞപ്പോ പമ്പര വിഡ്ഢിയായിട്ടുള്ള പടുവിഡ്ഢിയായിട്ടുള്ള നമ്മുടെ നെഹ്റു, പണ്ഡിറ്റ് നെഹ്റു, അതുകൊണ്ടായിരിക്കും പുള്ളിയെ അങ്ങനെ വിളിക്കുന്നത്. ആ പണ്ഡിറ്റ് നെഹ്റു എന്ത് ചെയ്തെന്നറിയാമോ? ഇന്ത്യക്ക് കിട്ടിയ ഈ സ്ഥിരാംഗത്വം, വീറ്റോ പവർ ചൈനയ്ക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പൊ ചൈനയ്ക്ക് കൊടുക്കുമ്പോൾ ചൈനയുടെ ഒരു പിന്തുണ കിട്ടുമല്ലോ, ചൈന നമ്മളെ സ്നേഹിക്കുമല്ലോ എന്നോർത്താണ് ഈ വിഡ്ഢിയാൻ ഇതുകൊണ്ട് അവിടെ കൊടുത്തു. അവരതെടുത്ത് കൈവച്ചിട്ട് ഇന്ത്യക്കിട്ട് യുദ്ധം തുടങ്ങി. അങ്ങനെ ചൈനയോട് യുദ്ധം ചെയ്ത് നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടൊക്കെ നമുക്കറിയാം. ഇന്നിപ്പോ ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടി ബാക്കിയുള്ളവർ നടക്കുകയാണ്. കൈ കിട്ടിയത് കൊണ്ട് ദാനം ചെയ്ത് മഹാനാകാൻ ശ്രമിച്ച, ആഗോള പൗരനാകാൻ ശ്രമിച്ച നെഹ്റു കാണിച്ച ചരിത്രപരമായ ഭീമ അബദ്ധം, മഹാമണ്ടത്തരം ഇന്നിപ്പോ നമുക്ക് വിനയായിരിക്കുകയാണ്. ഇന്ന് ആ ചൈനയാണ് പാകിസ്ഥാന്റെ കൂടെ കൂടി ഈ വീറ്റോ പവർ നമുക്കെതിരെ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാവരും അനുകൂലമാണെങ്കിലും ചൈന നമുക്കെതിരാണ്. അപ്പൊ ഏതായാലും നമുക്ക് ആ ഒരു കടമ്പ കൂടി കടക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഭാരതം സാമ്പത്തികം എന്നതിലുപരി ആഗോളതലത്തിലെ ഒരു വൻശക്തി എന്ന നിലയിൽ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ, എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു വലിയ മുന്നേറ്റമാണ് ലക്ഷ്യം വെക്കുന്നത്. ഏതായാലും നമ്മൾ ആ ലക്ഷ്യവും നേടും എന്നുള്ള ആത്മവിശ്വാസം ഇപ്പൊ നമുക്ക് വെച്ച് പുലർത്താൻ കഴിയും. കാരണം നമുക്ക് നമ്മുടെ പുരോഗതി വളരെ വേഗത്തിലാണ്, ശക്തമായ നേതൃത്വമുണ്ട്, നരേന്ദ്രമോദിക്ക് ആ ലോകവീക്ഷണമുണ്ട്, ലോകം അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തി എന്ന നിലയിലേക്ക് വരുമ്പോഴേക്കും ലോകം ഭരിക്കുന്ന ഒരു ശക്തിയായി ഭാരതം മാറും എന്ന് നമുക്ക് ഉറപ്പായിട്ടും കരുതാം. ഏതായാലും ജപ്പാനെ പിന്തള്ളി ഇന്ത്യ ലോകത്തെ 4ാമത്തെ ശക്തിയായി വളർന്നപ്പോൾ എല്ലാവരും നോക്കിയത്, അല്ലെങ്കിൽ എല്ലാവരും മനസ്സിൽ കരുതിയത്, ഇനി അടുത്ത ലക്ഷ്യം 3ാം ശക്തിയാവുക എന്നുള്ളതായിരിക്കും. ജയസൂര്യൻ സർ സൂചിപ്പിച്ചതുപോലെ അത് മാത്രമല്ല ഇന്ത്യയുടെ ലക്ഷ്യം, അല്ലെങ്കിൽ അങ്ങനെ മാത്രമല്ല നമ്മൾ അതിനെ കാണേണ്ടത്. ഇന്ത്യ ഒരു ആഗോള ശക്തിയായി വളരുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.